ഹലോ. മാലദ്വീപുകാരുടെ ഇഷ്ടവിഭവങ്ങളിൽ ഒന്നാട്ടോ ബോ. അതായത് നമ്മൾ നീരാളി എന്ന് കേട്ടിട്ടില്ലേ, അത് തന്നെ സാധനം. നമ്മുടെ നാട്ടിൽ അത് ഫുഡിൽ അങ്ങനെ ഉപയോഗിക്കാറില്ലെങ്കിലും ഇവിടെ ആളുകളുടെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ഫുഡ് ഐറ്റമാണ് ഈ ബോ എന്ന് പറയുന്നത്. ഇവിടെ മിക്ക വീടുകളിലും ബോയ്സിന്റെ അവധി ദിവസങ്ങളിലെ ഇഷ്ടപ്പെട്ട ഹോബികളിൽ ഒന്നാട്ടോ ഈ ഓക്ടോപ്പസ് ഹണ്ടിങ്. സാധാരണയായിട്ട് ആഴക്കടലുകളിലെ കല്ലെടുക്കുകളിലാണ് ഇവയെ കാണാറുള്ളത്. ചില പ്രത്യേക മാസങ്ങളിൽ ചില പ്രത്യേക ക്ലൈമറ്റുകളിൽ ഇവയെ തീരത്തെ കോറൽ റീഫ്സിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഓക്ടോപ്പസിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് കളർ ചേഞ്ച് ചെയ്യും. അപ്പൊ അതിന് പറയുന്ന പേരാണ് ക്യാമോഫ്ലേജ്. എന്നിട്ട് രക്ഷയില്ലാന്നുണ്ടെങ്കിൽ ഇവര് ബ്ലൂ കളറിലുള്ള ഒരു മഷി കുടയും. എന്നിട്ട് വെള്ളം കളർ മാറി കഴിയുമ്പോൾ ഇവര് അവിടെ നിന്ന് രക്ഷ നേടും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില പ്രത്യേക മാസങ്ങളിൽ ഇവരെ നമുക്ക് തീരത്ത് കാണാം എന്നല്ലേ പറഞ്ഞ്. അപ്പൊ അങ്ങനെ ഒരു ദിവസമാണ് ഇന്ന്. നമുക്കും ഒന്ന് പോയി നോക്കിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ തീരത്ത് ഒരുപാട് പേര് ഹണ്ട് ചെയ്യുന്നുണ്ട്. ഓക്ടോപ്പസ് ഹണ്ടിങ്ങിന് പ്രത്യേകം വൈദഗ്ധ്യം ആവശ്യമുണ്ട് കേട്ടോ. അറ്റത്ത് ഹുക്കുള്ള നീണ്ട 2 കമ്പികളാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ആയുധം. ഈ 2 കമ്പികളിൽ ഒരെണ്ണം ഉപയോഗിച്ചിട്ട് അവയിരിക്കുന്ന പൊത്തിൽ നിന്ന് അവയെ വലിച്ച് പുറത്തെടുക്കും. എന്നിട്ട് മറ്റേ കമ്പി ഉപയോഗിച്ച് ഇതിന്റെ കാലുകൾ തടയും. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവർ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നിട്ട് ഇവയെ തീരത്തെത്തിച്ചതിന് ശേഷം നിലത്തടിച്ച് കൊല്ലും. എന്നിട്ട് ഇതിന്റെ സ്കിന്നൊക്കെ കളഞ്ഞതിന് ശേഷം പലതരം ഫുഡ് ഉണ്ടാക്കും. ഇന്നിപ്പോൾ ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള റോഷിയും അതുപോലെ തന്നെ ഓക്ടോപ്പസിന്റെ ഫ്രൈയും ആണ്. ഈ ഓക്ടോപ്പസിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്വിഡിന്റെ ടേസ്റ്റ് ആണെങ്കിലും ഒരു ഗമ്മി ഫീലിംഗ് ആണ് കേട്ടോ. അപ്പൊ എങ്ങനെയാ, സബ്സ്ക്രൈബ് ചെയ്യല്ലേ നമ്മുടെ ചാനല്.